ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക, അതുപോലെ തന്നെ ഒരു തമ്പനെയിലും ക്രിയേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. യൂട്യൂബിൽ ഇടുന്ന അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോ ഉണ്ടെങ്കിലും അതിന്റെ തമ്പനെയിൽ ഉണ്ടെങ്കിലും അത് സെയിം ആയിട്ട് തന്നെ ഇതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൊബൈലിലൂടെ തന്നെയാണ് പറയുന്നത്, മൊബൈലിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. അതിനുവേണ്ടി ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ വേണമെന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഫേസ്ബുക്ക് ഇത്തരത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ ഫേസ്ബുക്കിന്റെ എന്റെ ലോഗോ ഉണ്ട്. അതായത് നമ്മുടെ ഫേസ്ബുക്കിന്റെ ഉണ്ടാവും, അതുപോലെ തന്നെ പേജിന്റെ ഉണ്ടാവും. അതിനായിട്ട് ഇവിടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏത് ഫേസ്ബുക്ക് പേജാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുക്കുക. ഓക്കെ, ഞാനിവിടെ യൂട്യൂബേഴ്സ് ഫോർ മലയാളം എന്ന എന്റെ പേജാണ് എടുക്കുന്നത്. ഇതെടുത്ത ശേഷം ഇവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പേര് മിസ്റ്റേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സ് ഓൺ യുവർ മൈൻഡ് എന്നുള്ളതിന് നേരിട്ടൊരു പിക്ചർ കാണുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ പോസ്റ്റ് ഏതാണ്, വീഡിയോയുടെ പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പബ്ലിക് ചെയ്യാറ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തമ്പനിയിൽ കാര്യങ്ങളൊന്നും വെക്കാൻ സാധിക്കില്ല. തമ്പനിയിലൊക്കെ വെക്കണം. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് തമ്പനിയിലും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഏറ്റവും മുകളിൽ പ്ലസിന്റെ ചിഹ്നമുണ്ട്. ഈ പ്ലസിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോറി, റീൽസ്, ലൈവ്, അപ്ലോഡ് വീഡിയോ ഇത്തരത്തിൽ വരുന്നതായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തമ്പനിയിലൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ അപ്ലോഡ് വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമ്മുടെ വീഡിയോ, ഓക്കെ, ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നിന്നുള്ള തമ്പനിയിൽ വേണമെങ്കിലും വെക്കാട്ടോ. അപ്പൊ അങ്ങനെ വെക്കേണ്ട, ഏറ്റവും നല്ലത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തമ്പനിയിൽ വെക്കുന്നത് നല്ലത്. അതിനായിട്ട് ആഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നതിന് ശേഷം തമ്പനിയിലോട്ട് ഞാൻ പോകുന്നു. തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ തമ്പനിയിൽ വന്നു. നമ്മുടെ വീഡിയോ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. ടൈറ്റിൽ ഫേസ്ബുക്കിനെ കുറിച്ചിട്ട് തന്നെ ആയതുകൊണ്ട് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ 2024 ഇത് കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷനിലും അതേ ഇത് കൊടുക്കുന്നു. ഓക്കെ, ഡിസ്ക്രിപ്ഷനിലും അതേത് തന്നെ ഞാൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്തരത്തിൽ കൂടുതൽ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് കൊടുക്കാൻ ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഇവിടെ പബ്ലിക് ആണ്. ഈ ഒരു പബ്ലിക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പബ്ലിക് തന്നെ കടന്നോട്ടെ. ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് നേരെ പബ്ലിക്കിലേക്ക് പോകാം. ഓക്കെ, പബ്ലിക്കിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആ ഒരു പേജ് ഇവിടെ കണ്ടോ, പോസ്റ്റിംഗ് എന്നുള്ള ഇവിടെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ നെറ്റ്വർക്ക് എത്രത്തോളം ഫാസ്റ്റ് ആണോ അത്രത്തോളം ഈ ഒരു റൗണ്ട് ഫില്ലായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് ഫില്ലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് പോകുന്നതായിരിക്കും. നമ്മുടെ വ്യൂവേഴ്സിന്റെ മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് ഫേസ്ബുക്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. വളരെ സിമ്പിൾ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട രീതിയാണ് കേട്ടോ. ഇനി അടുത്ത ദിവസം നല്ല രീതിയിൽ എങ്ങനെയാണ് ടാഗും ടൈറ്റിലും കംപ്ലീറ്റ്ലി SEO അനുസരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൊബൈൽ ത്രൂ തന്നെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നമ്മുടെ ഫാമിലി ഒരുപാട് പേര് മൊബൈൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാവണം എന്നുള്ള രീതിക്ക് തന്നെയാണ് മൊബൈലിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഉപകാരമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.